വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ Q&A ആണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. എനിക്ക് തുമ്മാൻ വരുന്നുണ്ട്. പറഞ്ഞു. രാവിലെ തന്നെ ഇതാണ് ഞാൻ ഈ Q&Aക്ക് നിൽക്കാത്തത്. നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ഇപ്രാവശ്യത്തെ നമ്മളെ Q&A ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളോട് ചോദിക്കാനുണ്ടെങ്കിൽ പേഴ്സണൽ ചോദ്യം അധികം വേണ്ടാന്ന് പറഞ്ഞിരുന്നു. എന്നാലും കൂടുതൽ പേരും ചോദിച്ചിട്ടുള്ളത് സർപ്രൈസ് നിങ്ങളെ പറ്റിയിട്ടാണ്. ഇക്കാനെ പറ്റിയിട്ടാണ് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം. എന്നെ പറ്റിയിട്ട് അധികം ആൾക്കാർ ചോദിച്ചിട്ടില്ല. കൂടുതലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ എന്താ നിങ്ങളെ പറ്റിയിട്ട് ചോദിക്കണം. നിങ്ങളെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിങ്ങളിപ്പോൾ എന്താ ചെയ്യണത്, നിങ്ങൾ ന്യൂവേക്ക് പോകും, നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് അസുഖം, നിങ്ങൾ നല്ലതാണോ ചീത്തതാണോ, നിങ്ങൾ പാടുമോ, അങ്ങനെ 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 കുറേ. അപ്പം നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ നിങ്ങളെ പറ്റിയിട്ട്, പേരടക്കം. അപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങളാണോ പാവം ഇക്കയാണോ പാവം എന്നുള്ളത്. റോസു ബിഹൈൻഡ് ദ സീൻ ഉണ്ട്, ക്യാമറ ഉണ്ട് കേട്ടോ. റോസ് വിടോ, നല്ലൊരു കാര്യം ചോദിക്കണം. നിങ്ങൾക്ക് എന്താ പേടി? എല്ലാവരും പൊതുവേ പറയപ്പെടിരിക്കുമ്പോളെ ആരാണ് പപ്പയാണോ പാവം ഉമ്മയാണോ പാവം? പറ മൈക്കതോടെ രണ്ടും കൂടി പറയുന്നത്. പപ്പയാണോ പാവം ഉമ്മയാണോ പാവം? പപ്പനെ ഇഷ്ടം പപ്പക്കുട്ടിയല്ലേ? ഒരാളെ പറയാൻ പാടുള്ളൂ. റൂയിക്ക് പപ്പാനാണ് ഇഷ്ടം ഉമ്മനെ ഇഷ്ടം? പപ്പയാണ് അടിക്കല് ഉമ്മ അടിക്കല്? ആരാ എപ്പോഴും മിഠായി തരാ? ആരാ എപ്പോഴും ചോക്ലേറ്റ് ഒക്കെ തരാ? ആരാ ചോക്ലേറ്റ് തരാ കൂടുതൽ? ഊയിക്ക് പപ്പയാണ് ഉമ്മയാണ് തരാ? വേണ്ട. ആരാ കുട്ടീനെ കുളിപ്പിച്ചു തരാ? ആരാ കുട്ടിക്ക് ഭക്ഷണം തരാ? അപ്പൊ ഊയിക്ക് ആരാ കൂടുതൽ ഇഷ്ടം? എന്തിനാ പപ്പനുമ്മനെ? ഫ്രണ്ട് ആരാ? പപ്പയാണോ ഉമ്മയാണോ? ഒരാളെ പറയും. അവളിപ്പോ നല്ല ബുദ്ധിപരമായിട്ട് കളിക്കുന്നുണ്ട്. റോസ് പറ. രണ്ടൊരു കണക്കാണ്. അന്ന് പോയിക്കോ, ബിഹൈൻഡ് ദ ക്യാമറ തന്നെ ഇരുന്നോ. ഓക്കെ, പിന്നെ അത് ലൈറ്റ് ഓക്കെ അല്ലേ? അല്ലേ? അപ്പം ഇക്കാനെ പറ്റിയാണ് കൂടുതൽ ചോദിച്ചത്. ഞാൻ ആൻസർ പറയട്ടെ. ഇക്കാന്റെ പേര് തൻവീർ. ഇത്ര കോമഡിയുള്ള പേരാ? ഇക്കാന്റെ പേര് മുഹമ്മദ് തൻവീർ. അങ്ങനെ പറഞ്ഞോളൂ. ഇതാ വേറൊരു കാര്യം ആലോചിച്ചതാ, മുഹമ്മദ് തൻവീർ. ഇതെന്താണ് ഇക്കനെ വിളിക്കലെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അത് ആലോചിച്ചതാണ് ആ സമയത്ത്. ഞാന് വിളിക്കുന്ന പേര് ഇവിടെ കോമൺ ആയിട്ട് എല്ലാരും വിളിക്കുന്ന ഒരു പേരുണ്ട്. ആണോ പറയണത്? തൻവിയാക്കാന്ന്. പിന്നെ ചില സമയത്ത് ഞാൻ തനുന്ന് വിളിക്കും. അതന്നെ എന്തെങ്കിലും കാര്യം നേടാൻ തനുന്ന് വിളിക്കും. പിന്നെ അല്ല ദേഷ്യപ്പെടുന്ന സമയത്ത് വേറെ എന്തെങ്കിലും വിളിക്കല്ലോ. എന്താ ഞാൻ വിളിക്കുക? ഞാൻ വേറെ ഒന്നും വിളിക്കില്ല. വെറുതെ ഡയലോഗ് അടിക്കണ്ട. പിന്നെ ഇന്നെ വിളിക്കണത് ഇവിടെ ഫറാന്നാണ്. കാരണം പിന്നെ എല്ലാരും വിളിക്കണത് ഫറാന്ന. റൂഹി ഒന്ന് അടങ്ങിക്ക്, എന്താ ഇവിടെ കാണിക്കണത്? എല്ലാരും ഇവിടെ ഫറാന്ന വിളിക്കല്. പിന്നെ ഐഷ ഫർഹാന എന്നാണ് എൻ്റെ പേര്. ഐഷ എന്നുള്ളത് നമ്മളെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് എല്ലാവരും വിളിക്കുന്ന പേരാണ്. ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും വിളിക്കുന്നത് ഫറാന്നാണ്. അതാണ് ഫറാന്ന് നിങ്ങൾ കേൾക്കുന്ന വീഡിയോയിൽ ഐഷ എന്ന് വിളിക്കാറ്. ഇവിടെ അറിയുന്ന ആൾക്കാർ, എൻ്റെ പേഴ്സണലി അറിയുന്ന ആൾക്കാർ ഐഷ എന്ന് വിളിക്കാറില്ല, ഫറാന്ന് വിളിക്കുക. ഓക്കെ. ആരാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യാൻ സപ്പോർട്ട്? കുറേ ചോദ്യങ്ങൾ കേട്ടോ. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം. ഫസ്റ്റ് തന്നെ അതുകൊണ്ട് വെച്ച് വിളമ്പണ്ടല്ലോ. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യാൻ സപ്പോർട്ട്? ഇന്നല്ല ഉദ്ദേശിച്ചത് ആരാണ്? പിന്നെ പറഞ്ഞു നീയല്ലേ ഇന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്? അതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സത്യം, ആരും സപ്പോർട്ട് ചെയ്യാറില്ല. ഞാൻ എന്നെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തത് ഞാൻ അടുത്ത വീഡിയോ. ഞാൻ തന്നെ ക്യാമറാമാൻ, ഞാൻ തന്നെ അഭിനയിക്കുന്ന ആള്, ഞാൻ തന്നെ എല്ലാവരും ഞാൻ തന്നെ ചെയ്യണം. ഇവിടെ ഒരു കമന്റ് ഉണ്ടല്ലോ, വീട് എന്താണ് ഐഷാസ് കിച്ചൺ, ഐഷ പൂച്ചക്ക് വരെ ഐഷ. അല്ല, സത്യത്തിൽ പറയുകയാണെങ്കിൽ റോസൊക്കെ ആദ്യം നന്നായിട്ട് വീഡിയോ നിൽക്കുന്നു. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ നിൽക്കൂല. വീഡിയോ എടുക്കാൻ വിളിച്ചാലും ഇപ്പം ഇവിടെ ബാക്കിലുണ്ട്. അത് പിന്നെ ഞാൻ ഈ ചീത്ത പറയുന്നത് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ് അവസ്ഥ ഇവിടെ.
വീഡിയോക്ക് സപ്പോർട്ട് എനിക്ക് അങ്ങനെ എൻ്റെ റൂഹി മോളുണ്ട്. എപ്പോൾ വീഡിയോ എടുക്കാൻ വിളിച്ചാലും അവൾ ഓടി വരും. ഞാൻ വീഡിയോ എടുത്തു തരാനല്ല, വീഡിയോക്ക് സപ്പോർട്ട്. അങ്ങനെ പറയാൻ പാടില്ല. എല്ലാരും പറയില്ല റൂഹി മോള് ചീച്ചി കുട്ടിയെന്ന്. റൂഹി മോൾ നല്ല കുട്ടിയാണ്. റോസ വെയിലത്തിന് മാറി നല്ല വെയിലാ. ഹായ് പറഞ്ഞ അവിടെ പോയി ഹായ് പറഞ്ഞ. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്തത് വീടിനെ പറ്റിയിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അത് ഞാനൊരു ഹോം ടൂർ വീഡിയോ ചെറുതായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കണം. എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം ഇതൊക്കെ നമുക്ക് ആർക്കിടെക്ട് ത്രൂ ആണ് പറയാനുള്ളത്. വീടിൻ്റെ ഓടിൻ്റെ കളറ്, വീട്ടിൽ അടിച്ച പെയിൻറ്റിൻ്റെ കളറ്, പിന്നെ നമ്മളെ വീടിൻ്റെ മുറ്റത്തുള്ള എന്താ പറയുക കാർപോർച്ചിൻ്റെ അടുത്തുള്ള റൂമില്ലേ അതിൻ്റെ ഡീറ്റെയിൽസ് അത് ഞാൻ ഇതിൽ കാണിക്കാം. വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാം. അതിനകത്ത് ഇപ്പം നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഇൻറ്റീരിയർ വർക്ക്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒന്ന് സെറ്റ് ആവാനുണ്ട്. എന്നിട്ട് വേണം അതിനകത്ത് ഒരു വർക്ക് ഫ്രം ഹോം സെറ്റപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ. ഇക്കാക്ക് UAE അല്ലായിരുന്നോ ജോലി? അപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടാവില്ലല്ലോ, ഇനി അങ്ങോട്ട് പോകുന്നില്ലേ? ഇക്ക പറഞ്ഞോട്ടെ. പറയാം. ഞാൻ പിന്നെ UAE തന്നെ ആയിരുന്നു. കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പ് ഞങ്ങളുടെ കല്യാണം 2007 2006 UAE പോയത്. പഠിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിൽ 2002 ബാച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലളം ഡീസൽ പവർ പ്ലാന്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷം ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. താനൂർ ഫിഷറീസ് ഹൈസ്കൂൾ, വൊക്കേഷണൽ ഹൈസ്കൂളിലായിരുന്നു. അവിടെ ഒരു മറൈൻ എഞ്ചിൻസ് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 2 വർഷത്തോളം ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഗൾഫിലോട്ട് പോയത്. അപ്പോൾ 2006-2009 വരെ അജ്മാനിൽ വർക്ക് ചെയ്തത്, ഖലീഫ ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞിട്ട് 2009 ഞാനിപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനി ജോയിൻ ചെയ്തത്. അൽറീം ഹോസ്പിക്കോ എന്നായിരുന്നു പേര്. അപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തത്, ആ കമ്പനി ജോയിൻ ചെയ്തത് മുതൽ പിന്നെ ആദ്യം പോയ പ്രൊജക്റ്റ് അല്ലൈൻ ഹോസ്പിറ്റൽ, തവാം ഹോസ്പിറ്റൽ, ഇങ്ങനെ 3 വർഷം അല്ലൈനിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2012 അന്ന് 2007 ഐഷീൻ്റെ ഗൾഫിലോട്ട് വന്നത്. പിന്നെ 2012 ഞങ്ങൾ ഇനി ഗൾഫിലോട്ടില്ല എന്നും പറഞ്ഞിട്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് പോന്നു. 1 വർഷത്തോളം നാട്ടിൽ നിന്നു. ആ 1 വർഷം പിന്നെയും ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് തന്നെ പോയി താനൂർ ഫിഷറീസ് ഹൈസ്കൂളിൽ. കൂടെ തന്നെ ഒരു ബിസിനസ്സും ഉണ്ടായിരുന്നു തിരൂർ, ഒരു അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ 6 മാസമായതോടുകൂടി അത് പൊട്ടി, അതിലോട്ടൊരു താല്പര്യം ഇല്ലാണ്ടായി. പിന്നെ യൂട്യൂബില്ല അന്ന്. അല്ല, യൂട്യൂബ് ഞാൻ 2007 തുടങ്ങിയിട്ടുണ്ട്. 2007 തുടങ്ങിയിട്ട് അതിൽ നിന്ന് കുറച്ച് ഇൻകമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2011 മുതൽ ഇൻകം കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടുതലൊന്നുമില്ല, കുറവ്. 2013 പിന്നെ ഞങ്ങൾ രണ്ടാമത് ഗൾഫിൽ പോയി. ഞാൻ പോയി. ഞാൻ പോയി 4 മാസം കഴിഞ്ഞിട്ട് തന്നെ ഇവർ തിരിച്ചു വന്ന് 2014 ജനുവരിയിലാണ് റോസു ജനിച്ചത്. പിന്നെ 2014 പോയ സെയിം കമ്പനി തന്നെ പോയത്, അൽറീം ഹോസ്പിറ്റൽ കമ്പനി. പക്ഷേ പ്രൊജക്റ്റ് ഉമ്മൽക്കോയിൻ ഖലീഫ ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ 2013 മുതൽ 2021 വരെ അവിടെ ആയിരുന്നു. ആ സമയത്താണ് പിന്നെ അസുഖം വന്നത്. അസുഖം വന്നിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നാട്ടിൽ വന്ന 1 വർഷത്തോളം കീമോയും റേഡിയേഷന് ഒക്കെ ഉണ്ടായിരുന്നു. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും തിരിച്ചു പോയി. പിന്നെ തിരിച്ചു പോയപ്പോൾ എൻ്റെ അസുഖം വന്നതൊക്കെ കമ്പനിയിലായിരിക്കുമ്പോഴാണ്. അവിടുന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് കമ്പനി തന്നെയായിരുന്നു. 2 സർജറി അവിടുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. കുടൽ മുറിച്ചു മാറ്റി. പിന്നെ കുറച്ചു കാലം ഒരു ബാഗ് വയറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ അത് വിചാരിക്കുന്നുണ്ട്. അന്ന് പിന്നെ എന്താ പറയുക, മലൊക്കെ പോയിരുന്ന ആ ബാഗിലായിരുന്നു. പിന്നെ അതെടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ 2ാമത്തെ സർജറി, പിന്നെ കുടൽ അതേപോലെ തിരിച്ച് അകത്തോട്ട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിലോട്ട് വന്നു. 12 കീമോകളുണ്ടായിരുന്നു ഇവിടെ കോഴിക്കോട് MBRൽ വെച്ചിട്ട്. പിന്നെ കൂടെ തന്നെ ട്രീറ്റ്മെന്റ് കാര്യത്തിൽ ചോദിച്ചില്ലല്ലോ, കംപ്ലീറ്റ് പറയട്ടെ. ഇനിയിപ്പോൾ 2ാമത് പിന്നെ കൂടെ തന്നെ ലിവറിലോട്ടും വന്നിരുന്നു. അപ്പോൾ അതായത് ഏകദേശം ഒരു 4th സ്റ്റേജായി. അപ്പോൾ ലിവറിലോട്ടുള്ള റേഡിയേഷനും കീമോ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും 1 വർഷമായി. തിരിച്ച് പിന്നെയും കമ്പനിയിലോട്ട് തന്നെ തിരിച്ചു പോയി. പിന്നെയും കമ്പനി വളരെ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്നോട് അധികം ജോലിയൊന്നും ചെയ്യേണ്ട, 4 മണിക്കൂറോളം ജോലി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ പിന്നെയും ആ പ്രൊജക്റ്റിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയറായിരുന്നു ഞാൻ. തിരിച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത് തിരിച്ച് ചെന്നപ്പോൾ ഒരു പ്രൊമോഷൻ തന്നു, പ്രൊജക്ട് മാനേജർ എന്നുള്ള പോസ്റ്റിലായിരുന്നു. അങ്ങനെ പിന്നെയും 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കാണ് 2ാമത്തെ അസുഖം പിന്നെയും വന്നത്. അത് വയറിലോട്ടായിരുന്നു.
അപ്പോൾ വയറിൽ മൊത്തം ബാധിച്ചെന്ന് പറഞ്ഞിട്ടാണ് പിന്നെയും പറഞ്ഞത്. നമ്മൾ മുംബൈയിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് എടുത്തില്ലേ? പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞ് മുംബൈയിൽ പോയി. കാരണം അതിന് ഇപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക, അവിടെയുള്ള കുറച്ച് ടീമുകൾ അതിലായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുംബൈയിൽ പോയി. അത് 2024 ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ്. അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞോടുകൂടി അവിടെ നിന്നൊരു ഡോക്ടറെ കണ്ടിരുന്നു. അവരും പറഞ്ഞു ഇപ്പോൾ ഏകദേശം 4th സ്റ്റേജ് ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല പിന്നെയും രണ്ടാമത് വന്നതുകൊണ്ട് പിന്നെ ഇനി നമുക്ക് ലൈഫ് ടൈം കീമോ എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്ട്രോങ് കീമോ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സർജറിക്ക് മുമ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3 സൈക്കിളും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള കീമോ കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രോങ് കുറഞ്ഞ് കീമോ ലൈഫ് ടൈം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ഗൾഫിലായ സമയത്ത് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും എടുത്തത്. പക്ഷേ അവിടെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ ഒരു കീമോ എടുക്കുന്ന സമയത്ത് അധികം വെയിൽ കൊള്ളാൻ പറ്റില്ല. വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ മുഖത്തും ദേഹത്തൊക്കെ റാഷസ് ഒരുപാട് വരും. പിന്നെ ഭയങ്കര ചൊറിച്ചിലും ഇതൊക്കെയാവും. അങ്ങനെ കമ്പനിയും പറഞ്ഞ് എന്നോട് ഞങ്ങളധികം ജോലിക്ക് വരണ്ട, ജസ്റ്റ് വന്ന് പഞ്ച് ചെയ്തിട്ട് പോയാൽ മതി, 1 മണിക്കൂറോളം പറ്റുന്നുണ്ടെങ്കിൽ നിന്നാൽ മതി എന്ന്. അത് മാത്രമല്ല അവർ സാലറി എനിക്ക് പകുതിയുടെ മേലെ സാലറിയും തന്നിരുന്നു. പക്ഷേ നമുക്കൊരിതുണ്ടാവില്ല, നമ്മൾ ജോലി എടുക്കാണ്ട് ഇങ്ങനെ സാലറി വാങ്ങുന്നതിന് ഒരു എന്തോ മനസ്സിനൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം ഇനിയിപ്പോൾ എത്ര വേണമെങ്കിൽ നിൽക്കുകയാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയിലെ CEO ഷാജി സാറ്, പിന്നെ അതുപോലെ എൻ്റെ ഒരു എന്താ പറയുക ബ്രാഞ്ച് മാനേജറായിട്ടൊരു മേരി, ഇവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവരോട് പറഞ്ഞ് ഇനി ഇങ്ങനെ നിൽക്കാനൊരു, കാരണം 1 വർഷത്തേക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറയായിരുന്നു ഓക്കെ 1 വർഷം കഴിഞ്ഞിട്ട് നല്ലോണം ജോലി എടുക്കാമെന്നൊക്കെ പറയായിരുന്നു. പക്ഷേ ഇത് ലൈഫ് ടൈം ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ ഈ ഒരു എന്നും എല്ലാ പ്രാവശ്യം കീമോ കഴിഞ്ഞാൽ ഒരു 3 ദിവസം സിക്ക് ലീവ് ഉണ്ടാവും. പിന്നെ അടുത്ത 14 ദിവസത്തിൽ 11 ദിവസം എന്തെങ്കിലും 1-2 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനായിട്ട് അവിടെ നിന്നിട്ട് അവരുടെ നിന്ന് സാലറി വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ. അത് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അത് മാത്രമല്ല ഗൾഫിലെ ചൂടും ഒരു 5-6 മാസം ഒഴികെ ബാക്കിയുള്ള സമയത്തൊക്കെ ഈ കീമോ എടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഞാനിപ്പോഴും ഇവിടെ എത്തുമ്പോൾ കുടയും ഇതൊക്കെ മുഖമൊക്കെ മറിച്ചിട്ടാണ് അധികം പുറത്തിറങ്ങുക. അങ്ങനെ അവർ പറഞ്ഞ് പോകുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നു ഓക്കെ ചെറുതായിട്ട് ഇപ്പോൾ അവിടെ ചെയ്തിരുന്ന ഞങ്ങൾ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ആയിരുന്നു, ഹോസ്പിറ്റൽ ഡിസൈന്, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, അവിടെ ഹോസ്പിറ്റലിൻ്റെ അകത്തുള്ള ചില്ലറ്, ഇലക്ട്രിക്കൽ എന്താ പറയുക മെക്കാനിക്കൽ ഐറ്റംസ് ഒരുപാടുണ്ടാവുമല്ലോ, എന്താ പറയുക അതിൻ്റെയൊക്കെ മെയിൻ്റനൻസ്, മെഡിക്കൽ ഗ്യാസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് മെയിൻ്റനൻസുകൾ ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ ഒരു 150 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. തവാമൽ ഇവിടെയൊക്കെ ഏകദേശം 60 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ ഡിസൈൻ അല്ലെങ്കിലൊക്കെ ഓൺലൈനായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ അറിയിക്കാമെന്ന് കമ്പനി അന്നേ പറഞ്ഞിരുന്നു. പോന്നിട്ടിപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് 1 വർഷമായി. ഇവിടെ ഇപ്പോൾ എങ്ങനെ പോകുന്നു വെച്ചാൽ ഇപ്പോഴും അങ്ങനെ ജോലിക്ക് പോകുന്നില്ല. പക്ഷേ ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ ആ കമ്പനിക്കും പുറത്തൊന്നും ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അത് ചെയ്തു കൊടുക്കും. പിന്നെ 1-2 ചെറിയ ബിസിനസ്സിൽ ചെറിയ ഫുൾ പാർട്ട്ണർഷിപ്പിൽ ഞാൻ ചോദിക്കാൻ നിൽക്കുകയാണ്. ഫുള്ള് പറയട്ടെ. എന്താ പറയുക 3-4 പേരുള്ള പല ബിസിനസ് ഡീലിങ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഹെൽത്ത് റെഡി ആവുകയാണെങ്കിൽ ഗൾഫിലോട്ടോ അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. ഞാൻ പരിശോധിക്കട്ടെ, ഞാൻ എല്ലാ ചോദ്യം കൂടി അതുമല്ല ആ ചോദ്യം അതന്നെ ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ട് അത് ഞാൻ ഫസ്റ്റ് തന്നെ ചോദിക്കേണ്ട വെച്ചു. കാരണം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ചോദ്യം ചോദിക്കേണ്ട വെച്ചിട്ടില്ല. കാരണം കുറേ ആൾക്കാർക്ക് ഞാൻ ഇപ്രാവശ്യം ഞെട്ടിപ്പോയി. നിങ്ങളെ പറ്റി അറിയാൻ വേണ്ടി മാത്രമാണ്. മീൻസ് എല്ലാവർക്കും ഒരു ആകാംക്ഷ നല്ലത് തന്നെയാണ്, മീൻസ് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കല്ല കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഇക്കാൻ്റെ സിറ്റുവേഷൻ പിന്നെ നമ്മളെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അറിയാനായി ഞാൻ വിചാരിക്കുക നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പബ്ലിക്കായിട്ട് പറയാം. എനിക്കറിയില്ല. ഞാൻ എന്നാലും ആ ചോദ്യം ചോദിക്കാം കേട്ടോ. സത്യത്തിൽ ഐഷാൻ്റെ ഫാമിലിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന, നിങ്ങൾ ഓടിച്ചിട്ടാണ്, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് മാത്രമല്ലേ ഇപ്പോൾ ചിലവിന്? തൻവീർക്കാക്ക് ജോലിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതാണ്. പിന്നെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഒന്ന് പറഞ്ഞു കൊടുക്കോ? യൂട്യൂബിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, വരുമാനം കിട്ടിയ 2007 തുടങ്ങി, മോണിറ്റൈസ് ആയത് 2011, 2011, 2012 അങ്ങനെ എന്താ. അപ്പോൾ അന്ന് മുതൽ പിന്നെ കുറച്ച് കിട്ടിയത് അന്നൊക്കെ നല്ലോണം. കാരണം അന്നൊന്നും അധികം എന്താ പറയുക കേരളത്തിൽ അധികം യൂട്യൂബേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്നതൊക്കെ നല്ല കിട്ടിയിരുന്നു. അന്ന് കിച്ചൺ വീഡിയോസ് അല്ലായിരുന്നു, ഞാനായിട്ട് കുറച്ചുണ്ടാക്കിയിരുന്നതും അങ്ങനെ വേറെ കുറച്ച് വഴിയിലൂടെ ഒരു പാമ്പ് പോയാൽ അപ്പം പോയി എടുക്കും, ഇങ്ങോട്ട് തമ്മിൽ എടുക്കും. എന്താണ് അങ്ങനല്ല, വഴിയിലൂടെ എന്തെങ്കിലും ചേരാട്ട തന്നെ പറയുക പോയാൽ
അത് എടുക്കും, എന്നിട്ട് ഇക്ക തമ്മിലെടുക്കും, ഒരു വലിയ പാമ്പിനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അങ്ങനെ ബാക്കി അങ്ങനല്ല, നല്ലതും ഉണ്ടായിരുന്നു, കുറെ കോമഡി ഉണ്ടായിരുന്നു. പിന്നെ അന്നൊന്നും ഇത്ര കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ വേറെ കിട്ടിയ വീഡിയോസ് ഒക്കെ വീഡിയോസ് അവിടുന്ന് ഇട്ടിട്ട് ഇവിടെ ഇട്ടിട്ട് അവിടെ ഇടും, അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുറെ വീഡിയോസ് അന്നൊക്കെ നല്ല ഏർണിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ 2015-ലാണ് ബ്ലോഗ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അന്നും നമ്മൾ യൂട്യൂബ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2015 ഞാൻ വെബ്സൈറ്റ്, ഞാനല്ല ഇക്ക വെബ്സൈറ്റ് തുടങ്ങി തന്നിട്ട് ഞാൻ അതിൽ ഞാൻ രാത്രി ഉറക്കൊഴിച്ചിട്ട് റെസിപ്പീസ് ഒക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെബ്സൈറ്റ് ഇപ്പോഴും ഉണ്ട് കേട്ടോ, tasty-malabarfoods.com. സെർച്ച് ചെയ്താൽ ഐഷാസ് കിച്ചൺ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റും വരും. പിന്നെ യൂട്യൂബില് വീഡിയോസ് 2017 മുതലാണ്, അതായത് കൊറോണന്റെ 2 വർഷം മുമ്പ്. പക്ഷെ അന്നൊക്കെ 2022 വരെയൊക്കെ വളരെ നല്ല, അതായത് നല്ല ഏർണിങ്സ് ആയിരുന്നു. അതായത് വേറെ ജോലിക്കൊന്നും പോകണ്ടാത്ത രീതിയിലുള്ള ഏർണിങ്സ് യൂട്യൂബിൽ നിന്ന് കിട്ടുമായിരുന്നു. പക്ഷേ കൊറോണ കഴിഞ്ഞതിന് ശേഷം യൂട്യൂബേഴ്സ് അങ്ങ് ഒരു എന്താ പറയുക, നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ മൊത്തമായിട്ടാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ടോട്ടല് ഈ ഇതിലോട്ട് പരസ്യം ചെയ്യുന്ന കമ്പനിക്കാർ, ഇൻഫ്ലുവൻസേഴ്സ് ചിലപ്പോൾ ഒരു 1000% കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കമ്പനിക്കാർ ആകെ 110% അങ്ങനെ കൂടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് വരുമാനം കൊടുക്കുന്ന കമ്പനീസ് കുറവും ഏർണിങ്സ് കിട്ടാനുള്ള ചാനൽസ് കൂടും ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും ഏർണിങ്സ് നേരെ ഒരു ഡിപ്പ് ഉണ്ടാവുക ചെയ്തത്. ഇപ്പോഴൊക്കെ ഒരു യൂട്യൂബ് കൊണ്ട് മാത്രം ആർക്കും ജീവിച്ച് പോകാൻ പറ്റില്ല, അത്രയും കുറവാണ്. പിന്നെ ഇടയ്ക്ക് പ്രൊമോഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐഷാക്ക് അങ്ങനെ ഒരു വരുമാനമുണ്ട്. ഇപ്പോൾ ഈ ഇവിടുത്തെ ചൂട്, ഗൾഫിലെ ചൂട് പിടിച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെ അതിനേക്കാളും ചൂടായിരുന്നു മാർച്ച് ഏപ്രിൽ. അപ്പോൾ ചൂട് തട്ടുമ്പോഴേക്കും കുറേ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നാട്ടിൽ വന്നപ്പം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ, അതായത് ഈ എന്താണ് എൻ്റെ പേര് യൂസ് ചെയ്തിട്ടുള്ളതേ. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ നമ്മളതിലേക്ക് ഇറങ്ങണമെങ്കിൽ നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ പിന്നെ ഞാനതിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണം എന്നാണ്. ഇൻഷാ അല്ലാ ഐഷാസ് കാർട്ട് ഉണ്ട്, അതല്ലാണ്ട് വേറെ എന്തെങ്കിലും നാട്ടിൽ തന്നെ നിൽക്കാം. ഇനിയിപ്പോൾ UAE പോലും നടക്കുന്നുണ്ടാവില്ല അല്ലേ ഇക്ക? എനിക്ക് ആവശ്യങ്ങൾക്കായിട്ട് പോകേണ്ടി വരും. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇക്കാക്ക് ഇപ്പോൾ ജോലി UAE-ലാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ വീട് പൂട്ടി പോവല്, ഞങ്ങൾ എല്ലാവരും കൂടി പോലെ പോവൊക്കെ ചെയ്യാം. പക്ഷേ വീട് കേടാവും. ഇപ്പം തന്നെ നമ്മൾ ഒരു ദിവസം വീട്ടിൽ ക്ലീൻ ആക്കില്ല എന്നുണ്ടെങ്കിൽ പൊടി പിടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പൂട്ടി പോകുമ്പോൾ നമ്മൾ അത്രയും ഇങ്ങനെ ആഗ്രഹിച്ചുണ്ടാക്കുന്ന വീടല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ പൂട്ടി പോകുന്നതിൽ ഇപ്പം ഇനി താല്പര്യമില്ല. പിന്നെ ഇക്കാൻ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല. ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയാ. അല്ല, റോസും റീനും ഒക്കെ പോയാലും കുഴപ്പമില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ, നല്ല ചൂടുണ്ട് കേട്ടോ. ഫാനിന്റെ പുറക്കിലാണ്. ആരാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചു, നിങ്ങൾ വീടിന്റെ കളർ. ഇക്കാക്ക് UAE-ലല്ലേ ഇന്ന് ജോലി? ഇപ്പോൾ അതൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടോ. എനിക്ക് നിങ്ങളുടെ ഫാമിലി വളരെ ഇഷ്ടമാണ്. മക്കളൊക്കെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എന്താ വരുന്നേ നീ പറഞ്ഞോട്. ഇത് വരാൻ നിങ്ങളെ ചോദ്യം വരുമ്പോൾ വരണേ, നിങ്ങൾ മുങ്ങരുത്. ആ മൈക്ക് നിങ്ങൾ എടുത്താണ്, നിങ്ങൾ അവിടെ വർത്തമാനം പറഞ്ഞൊക്കെ എന്തെങ്കിലും കേൾക്കും. അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞു വരും. നിങ്ങളുടെ ഫാമിലിയിൽ മക്കളുടെ പേര് മൂത്ത ആള് ഫാത്തിമ റിസാറീൻ, ഇപ്പോൾ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. റീനു ഏതിലാന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം, അത് ഇതിൻ്റെ കൂടെ തന്നെ പറയാം. റീനു +2 സയൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, CBSE സിലബസ് ആയിരുന്നു. പക്ഷേ അവൾക്ക് അത് ഇൻട്രസ്റ്റഡ് അല്ല. അത് ആരൊക്കെയോ പറയുന്നുണ്ട്, നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കരുത് എന്നുള്ളത്. നമ്മളങ്ങനെ നിർബന്ധിച്ചൊന്നുമല്ല. കാരണം അവൾക്ക് നമ്മളിപ്പം ഒരു 10th കഴിഞ്ഞ സമയത്ത് നമ്മൾക്ക് ഒരിക്കലും നമുക്കൊരു ഏത് ഫീൽഡ് നമുക്ക് ചൂസ് ചെയ്യണം നമുക്കൊരു കൺഫ്യൂഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ അവളും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, സയൻസ് വേണോ കൊമേഴ്സ് വേണോ ഏത് ഇതിലോട്ട് പോകണം എന്ന്. അന്ന് പലതും പറഞ്ഞിരുന്നു, അന്ന് ടീച്ചിങ് ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ഇന്നിപ്പം മാറിയിട്ട് വേറെ ഏതൊക്കെയോ ആണ് ചിന്തിക്കുന്നത്. വാ റീനു അടന്ന് നോക്കുന്നുണ്ട്. ഷോൾട്ട് വാ. അപ്പോൾ അത് ഞാൻ റീനോടൊക്കെ ചോദിക്കാം. റീനുവിന് നിങ്ങൾക്ക് പറഞ്ഞുതരും. റോസുവിന് ഇത് വീഡിയോ കാണിക്കടാ, എന്താ ഊഞ്ഞലാടാണ് ബാക്കിൽ. ക്യാമറ ഓണല്ലേ? ഓക്കെ. റോസിൻ്റെ പേര് ആയിഷ സേബ റോസ്. ഇല്ല ഇവിടെ ഇരിക്കേ. ഓക്കെ. റോസിൻ്റെ പേര് ഐഷ സേബ റോസ്. അവള് ഇപ്പോൾ grade 7-ലാണ്, MES-ലാണ് പഠിക്കുന്നത്. അമീന റൂഹി സോയൽ.
ആള് മോണ്ടിസോറി 2 മീൻസ് സീനിയർ, അതായത് UKG, അതും MESലാണ് പഠിക്കുന്നത്. ഇനി റീനു, അവളിപ്പം കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്തിട്ടുള്ളത് BBAക്കാണ്. ആൾക്ക് സയൻസ് റിലേറ്റഡ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. MBBS അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഒന്നും ഓൾറെഡി ഇൻട്രസ്റ്റഡ് അല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന് നിർബന്ധിച്ചിട്ടില്ല. പിന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനി മാറുമോ എന്നുള്ളത്. ഞാൻ ഇതിനെ മൈക്ക് പിടിച്ചിരിക്കണം, എന്തെങ്കിലും പറ, നിന്റെ വായ തുറക്കൂല. ആൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഈ പബ്ലിക് സ്പീക്കിങ്, മോട്ടിവേഷണൽ സ്പീക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ എൻ്റെ ക്യാമറേൻ്റെ മുമ്പിൽ ഒരാൾ വർത്തമാനം പറയാൻ വരില്ല. ഓക്കെ, അപ്പം BBA ആണ്, മീൻസ് അവൾക്ക് അങ്ങനെ പുറത്ത് പോയി പഠിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. അപ്പം എന്തായാലും BBA കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് പിന്നെ എവിടെയെങ്കിലും പഠിക്കാമെന്നില്ല. ഇപ്പം തന്നെ പുറത്ത് പോയി പഠിക്കുമ്പോൾ നമുക്കിപ്പോൾ വീടൊക്കെ ഇപ്പോൾ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ പുറത്ത് പോകുമ്പോൾ നമുക്കൊരു വിഷമം. അപ്പം അതുകൊണ്ട് പിന്നെ ഇപ്പം പുറത്ത് പോകണ്ട, നമ്മളിവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് MBA ആ ഒരു സമയത്തേക്ക് പോവാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇനി ഇതിനിപ്പോൾ ഇവിടെ വന്നിരിക്കണേ കാണിക്കാന്ന് പോയിക്കോ. ഭയങ്കര അനുസരണയുണ്ട് വീഡിയോയിൽ. പോയി അടിച്ചു വരട്ടാ, അടിച്ചു വരാൻ ഏൽപ്പിച്ചതാണ്. ഞാനിത് വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അടിച്ചു വരി കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഓക്കെ, അപ്പം ഏത് ക്ലാസ്സിൽ നിന്നൊക്കെ അറിഞ്ഞില്ലേ. പിന്നെ നെഗറ്റീവ് കമൻസ് ലൈഫിനെ എഫക്റ്റ് ചെയ്യാറുണ്ടോ? അത് പോസിറ്റീവ് ആയാണോ നെഗറ്റീവ് ആയാണോ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്? അങ്ങനെയുള്ള കമൻറ്റ് കൊണ്ട് എന്തെങ്കിലും ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? ഇക്ക താൻ ഒന്ന് വരുമോ? ഈ ചോദ്യം നിങ്ങൾ വേണമായിരുന്നു. ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിപ്പം Q&A പകരം നമ്മളെ വേറെ സംസാരങ്ങളാവുന്നാവും. ഇത് ഞാൻ കൈ പിടിക്കോ. നെഗറ്റീവ് കമൻസ് ലൈഫിനെ എഫക്റ്റ് ചെയ്യാറുണ്ടോ? അത് പോസിറ്റീവ് ആയാണോ നെഗറ്റീവ് ആയാണോ കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്? അങ്ങനെയുള്ള കമൻറ്റ് കൊണ്ട് എന്തെങ്കിലും ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന്. അതായത് എനിക്ക് നെഗറ്റീവ് കമൻസ് വരൂലേ, അപ്പോൾ കുറച്ചുകൂടി ചില നെഗറ്റീവ് കമൻസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. എനിക്ക് പറയും അത് വിട്ടാണ്, അത് പറയണ്ട. ഞാൻ കമൻസ് റിപ്ലൈ, ചില പോസിറ്റീവ് കമൻസിന് റിപ്ലൈ കൊടുക്കണേന് ഇക്കൊക്കെ ഒരു കുഴപ്പം. നെഗറ്റീവ് കമൻസ് ഞാൻ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കും, അത് നീ അങ്ങനെ പറഞ്ഞാൽ ഒഴിവാക്ക്, ഡിലീറ്റ് ആക്ക്. ഞാൻ ഒന്നും സമ്മതിക്കൂല. നിങ്ങൾ പറഞ്ഞോളെ. നെഗറ്റീവ് കമൻസ് കൊണ്ട് എന്തെങ്കിലും ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോന്ന്. ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് എനിക്ക് ചില കമൻസ് വായിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ രക്തം തിളയ്ക്കും എന്നൊക്കെ പറയില്ലേ, തിളയ്ക്കും. പക്ഷേ അതിലോട്ട് വെള്ളം കോരി ഒഴിച്ച് രക്തത്തെ തണുപ്പിക്കും. ഒന്നിനും പ്രതികരിക്കാൻ സമ്മതിക്കൂല. ഇതിനൊന്നും കമന്റ് ഇല്ല. ഹസ് നിങ്ങൾ എന്താ വിളിക്കുക? ഇനിയൊന്നുമില്ലല്ലോ. അത് വേറെ ആരോ കമന്റ്സ് റിപ്ലൈ എടുക്കുന്നത് ഫറാന്ന്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഐഷ ഫർഹാന, അതിന്റെ ഷോർട്ട് നെയിം ഫറ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഐഷത്താന്റെ വെയിറ്റ് എത്രന്ന് റബ്ബേ, എന്റെ വെയിറ്റ് പറഞ്ഞു കൊടുക്കേ. 59 ആയിരുന്നു. ഇനിയിപ്പോൾ എത്രയെന്ന് എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും, ഒരു 57 ഒക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, നല്ല വെയിറ്റ് കുറഞ്ഞില്ല. ഇപ്പൊ നല്ലോണം മെലിഞ്ഞിട്ടുണ്ട്. അതെന്തിനാ പറയണമെന്ന് റോസ് ചോദിക്കണം. അതെന്തിനാ പറയണം? നമ്മളെ വ്യൂവേഴ്സ് അല്ലേ. ഇത്താൻ്റെ ബർത്ത്ഡേ എന്നാന്ന്? May 16. മൈ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ഇഫ് യെസ്, എങ്ങനെയാ മീറ്റ് ചെയ്തതെന്ന്. അത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നുള്ളത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ റോസ് ഇരിക്കുന്നുണ്ട്, ഇവിടെ റീനു കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് പബ്ലിക്കായിട്ട് പറയാം, എനിക്കറിയില്ല. അത് ചില ആൾക്കാർ നമ്മുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്നുള്ളതൊക്കെ വീഡിയോയിലൊക്കെ ചെയ്യാറുണ്ടല്ലോ. നമ്മളെ മീൻസ് വീഡിയോസൊക്കെ വീട്ടുകാരും നാട്ടുകാരൊക്കെ കാണുന്നത്. അപ്പം നമ്മളിതൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ കാരണം എനിക്കറിയില്ല. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല അല്ലേ. പറഞ്ഞോളെ. എൻ്റെ ഇക്കാക്കൻ്റെ ഫ്രണ്ടാണ് ഇക്ക. പിന്നെ
അവളുടെ ബ്രദറിന്റെ ഉമ്മാന്റെയും ആരൊക്കെ കൂടെ താരിഫ് ബസാറിൽ വെച്ചിട്ട് ഉമ്മല്ലേ എൻ്റെ അമ്മായിമ്മയുടെ കൂടെ, അതായത് ഇവളുടെ ഉമ്മാന്റെ കൂടെ, സോറി അല്ല ഞാൻ പെട്ടെന്ന് ആ കാലഘട്ടത്തിലോട്ട് പോയി. അന്ന് ഇവള് ബ്രദറിന്റെ ഉമ്മയും അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് നീ ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ, നിന്റെ ഉമ്മാന്റെ കൂടെ അവിടെ താരിഫ് ബസാറിൽ വെച്ച് കണ്ടു. ഇപ്പൊ ഐശുവിന്റെ ഇക്ക എന്താ ചെയ്യണത്? ഇനി യുഎയിലോട്ട് പോകുന്നില്ല. ഇക്കാന്റെ പേരെന്താ? ഐശുവിന്റെ ഫാമിലിയിൽ എല്ലാരും ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഒക്കെ നേരത്തെ ഇക്ക പറഞ്ഞു വിട്ടു. ഇനിയിപ്പോ എനിക്ക് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇല്ല. സാറിന്റെ പ്രൊഫഷൻ എന്താ? സാറിന് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. കൂടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ MBA എടുത്തിട്ടുണ്ട്. അത് എൻ്റെ പ്രൊഫഷനും കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ, താൻ ചോദിച്ചിട്ടുണ്ട്. അല്ല സോറി, എൻ്റെ പ്രൊഫഷൻ, എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ BCom കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ MBA എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ എടുത്തിട്ട് എന്താ, നമ്മളിപ്പോൾ ഏതായാലും യൂട്യൂബേഴ്സായി. ഓക്കെ, യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് MBA എടുക്കണ്ട അങ്ങനെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഒന്നിങ്ങനെ ഇച്ചിരി എൻഗേജ്ഡ് ഒക്കെ ആയി, വീടായി, കുട്ടികളായി, പ്രാരാബ്ധമായി, അതുകൊണ്ട് ഇനി ഇപ്പം MBA എടുക്കുന്നില്ല എന്ന് പറയാം. അല്ലാണ്ട് യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് യൂട്യൂബും MBAയും കൂടെ എന്ത് ബന്ധമുള്ളത്? അല്ല, ഇനിയിപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഒരു ഇതിലായി. ഇനിയിപ്പോൾ MBA എടുത്തിട്ട് ഇപ്പം എന്താ? MBA എടുത്തിട്ട് ഞാനിപ്പോൾ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഈ യൂട്യൂബ് എന്ന് പറഞ്ഞതൊക്കെ ഇതിങ്ങനെ ഒരുപാട് കാലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ ഒരു അടുത്തൊരു 3-4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ട്രെൻഡാവും. ചിലപ്പോൾ എള്ളിൻ്റെ ഇതൊന്നും പറയാൻ പറ്റില്ല. ഒരു ഇപ്പോൾ GCCയിൽ പൊട്ടിപ്പുറപ്പെട്ട ആ യുദ്ധം ഒന്നും കൂടി ഒന്ന് ഇതായി കഴിഞ്ഞാലൊന്ന് നമുക്ക് യൂട്യൂബ് ഇതുകൊണ്ടൊന്നും മുന്നോട്ട് വല്ലാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആരും പഠിത്തം നിർത്തുക അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ എന്താ പറയുക, പഠിത്തത്തിന് എന്നും അതിൻ്റെതായ ഡ്രൈവിങ്ങിന് പോകാൻ കുറേ ദിവസം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണത്, ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു പാട്. എപ്പോഴാണ് ഞാൻ പോവുക? സമയം. ജിമ്മിന് പോകാൻ പറ്റുന്നില്ല, ഡ്രൈവിങ്ങിന് പോകാൻ പറ്റില്ല, സമയമില്ല. അതാണ് മെയിൻ. ഇവരുടെ ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ള സമയം. പിന്നെ നമ്മൾ കണ്ണു കൂട്ടി രാവിലെ എണീറ്റ് പോകണം. ചോറും കറിയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കട്ടെ, ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കണം. ഞാൻ കേട്ടില്ല, അടുത്ത് പറഞ്ഞു. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇതെല്ലാം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് റബ്ബേ? ഞാൻ വിചാരിച്ച ചോദ്യം തന്നെ. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇതിലാണ് പോകും. ഓരോ ദിവസം എങ്ങനെയൊക്കെയോ അങ്ങോട്ട് മുന്നോട്ട് പോവാണ്. എന്നാലും ആ ദിവസം എൻഡ് ചെയ്യുമ്പോൾ ഒരു പണിയും കഴിഞ്ഞിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് ഡേക്ക് വീണ്ടും ഇഷ്ടം പോലെ പണികൾ ബാക്കി കിടപ്പുണ്ട്. ഓക്കെ, നെഗറ്റീവ് കമൻറ്റ്സ് ലൈഫിന് എഫക്റ്റ്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇക്ക ഇനി UAയിൽ പോകുന്നുണ്ടോ? ഇത്താൻ്റെ വീഡിയോ സൂപ്പർ. നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു റെസ്റ്റും കിട്ടുന്നില്ല. ഞാൻ എന്നും നോക്കും ഇത്താൻ്റെ വീഡിയോ. താങ്ക് യു. പേരുകൾ അൻഷിത, റാഹി. അപ്പം എല്ലാവരുടെയും പേര് പറയേണ്ട വെച്ചിട്ടാണ്. പിന്നെ ആ പേര് പറഞ്ഞ് ഞാനിത് സ്ക്രീനിൽ കാണിച്ച് കുറെ ബുദ്ധിമുട്ടല്ലേ. നിങ്ങളെ ലവ് മാരേജ് ആണോ? അത് അടുത്ത ആള് വേറെ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ആളല്ലേ പേര് പറഞ്ഞു? ഷെൻസ ഹെസ്ലിൻ. എന്തുകൊണ്ടാണ് ആ ചോദ്യം വന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇക്കാക്ക് ഇപ്പൊ ജോബ് ഉണ്ടോ? അതും പറഞ്ഞു. വീട് ക്ലീനിങ്ങിന് ആളുണ്ടോ? വീട് ക്ലീനിങ്ങിന് നമുക്കിപ്പം സഹായത്തിനുള്ള റുക്യാമുണ്ടല്ലോ, അത് ആൾക്കാർ ചോദിച്ചിരുന്നു. അവരെടുക്കൂലേ അതൊന്നും? കാരണം എനിക്ക് ഒരാളങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവരുടെ രീതിയിൽ എടുക്കും. പക്ഷെ നമുക്ക് ഇതെല്ലാം കൂടി ഒരാൾ ചെയ്യുന്നത് പറ്റൂല, എനിക്ക് തന്നെ പറ്റൂല. അപ്പോൾ അവർ കിച്ചണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരും അങ്ങനെ. പിന്നെ ഇടയ്ക്ക് മുറ്റടിക്കും, ഇടയ്ക്ക് ഞാൻ അടിക്കും. പിന്നെ ക്ലീൻ ചെയ്യലൊക്കെ ഞാൻ തന്നെയാണ്. പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇപ്പോൾ ഒരു ചേച്ചി വരുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കലല്ല, 2 ദിവസം കൂടുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഒക്കെ ചിലപ്പോൾ വരും. അങ്ങനെ മീൻസ് അങ്ങനെ ക്ലീനിങ്ങിന്, അങ്ങനെ മൊത്തത്തിൽ എന്നും ക്ലീനിങ്ങിനും ഇതിനും ആളില്ല. പക്ഷെ എല്ലാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വീടിൻ്റെ കുറേ ചോദിക്കുന്നുണ്ട്, വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒക്കെ ഞാൻ മുമ്പ് എന്തൊക്കെയോ വീഡിയോസിൽ പറഞ്ഞു. പിന്നെ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ പബ്ലിക്കായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാതും പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. വീടിന് എത്ര എമൗണ്ട് വരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ എങ്ങനെ മീൻസ് നമുക്കങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കിത് കറക്റ്റ് ഒരു എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ ഡിപ്പെൻസ് ആണ്. നമ്മൾ ഇപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതാണെങ്കിൽ അതിന് എമൗണ്ട് കുറയും. അപ്പം നമ്മൾ മീൻസ് നമ്മൾ പിന്നീട് നമ്മൾ പറഞ്ഞ ബജറ്റിൽ നിന്നും ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, ചിലത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ബജറ്റ് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് പറയാനും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. പിന്നെ ഇക്കാക്ക് എന്താ ജോബ്? ഇത്താടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ രണ്ടുപേരുടെ ഏജ്? നാളെയാണ് എൻ്റെ ബർത്ത്ഡേ. നാളെ 48 ഐക്ക 48 ഞാൻ 38. നമ്മൾ ഉണ്ടാകും 10 വയസ്സ്. പക്ഷെ വേറെ ഇല്ല, ഇന്നും കൂടെ 9 വയസ്സ് വ്യത്യാസമുള്ളൂ കേട്ടോ.
നീ 47 അവള് 38. നിങ്ങൾ രണ്ടുപേരും കൂടെ 10 വയസ്സ് ഡിഫറൻസ് ഉണ്ട്, കണ്ടാ തോന്നൂലല്ലോ അല്ലേ? തീരെ തോന്നൂല. ഇവിടെ ഏകദേശം ഒരു 48, ഞങ്ങൾ ഏകദേശം ഒരേപോലെ ഉണ്ട്. ഓക്കെ, അടുത്തത് തന്നെ ട്രോളി. അല്ലോ, ഗൾഫിൽ കുറേ നാൾ നിന്നിട്ട് നാട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരിക്കലും ഞങ്ങൾ ഗൾഫിൽ നിൽക്കണമെങ്കിൽ നമുക്ക് നാട്ടിൽ വരാനായിരിക്കും താല്പര്യം. ഞങ്ങൾ ഗൾഫിലാണെന്ന് ഉണ്ടായിരുന്നുള്ളൂ, മനസ്സും അതെല്ലാം നാട്ടിൽ തന്നെ ആയിരുന്നു. എല്ലാവരും ഇവിടെ അല്ലേ വീട്ടുകാരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഓരോ തവണ ഗൾഫിലോട്ട് വെറുതെ പോകുമ്പോൾ നമ്മൾ ആ ഒരു 6 മാസം അവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കും. എന്നിട്ട് പിന്നെ ബാക്കി 1 മാസത്തിന് ഇവിടേക്ക് വരും. ആ ഒരു 15 ദിവസം അല്ലെങ്കിൽ 1 മാസമൊക്കെ ഉണ്ടാവുള്ളൂ ലീവ്. അപ്പം അതിനായിട്ട് ആ 6 മാസം ജീവിച്ചിരുന്നത് ആ 15 ദിവസത്തെ ലീവിനായിട്ടായിരുന്നു. ഐഷൻ്റെ ഇക്കാൻ്റെ ദുബായിലെ ജോബ് ഇപ്പോൾ ഓൺലൈൻ ആണോ? അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ മാന്യമായ അവതരണ ശൈലി കണ്ട ഇന്ന് നല്ലൊരു യൂട്യൂബ് ചാനൽ ഐഷ, താങ്ക് യു. പിന്നെ യൂട്യൂബിൽ ഏറ്റവും അച്ചടക്കത്തിൽ വീഡിയോ ചെയ്യുന്ന ഒരേ ഒരു യൂട്യൂബറാണ് ഐഷ. ഇയാളോട് എനിക്ക് പ്രത്യേക റെസ്പെക്ട് ആണ്. താങ്ക് യു. നസീഹ. അതെ, നമ്മൾ തന്നെ പറയണ്ടേ, കാരണം ഇതൊക്കെ പിന്നെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ പിന്നെ പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ ട്രോൾ ഉണ്ട് കേട്ടാ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, വീഡിയോയിൽ കാണുമ്പോൾ നല്ല തടി തോന്നിക്കുന്നുണ്ട്, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സ്ലിമ്മാണ്. താങ്ക് യു. ഐഷയുടെ വീഡിയോസിൽ പലപ്പോഴും കാണാറുണ്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇസ്ലാമികമായ നല്ല വ്യക്തിയോട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് ഒരാൾ വെറുതെ. സെമീറ, താങ്ക് യു. യു ഹാവ് എ ഗുഡ് പേഴ്സണാലിറ്റി, കീപ് ഗോയിങ് ഡിയർ. ഷംന സുജ, താങ്ക് യു. എനിക്ക് നിങ്ങളെ അസൂയല്ല, സത്യത്തിൽ റെസ്പെക്റ്റും എമ്പത്തിയുമാണ്. വായിക്കൂ. ഇതുപോലൊരു സിറ്റുവേഷൻ സർവേ ചെയ്ത് എന്നുള്ളത് ഒരിക്കലും ഈസിയല്ല. ബട്ട് ഇതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു കാര്യങ്ങൾ. നിങ്ങൾ പിന്നെ ഹോം എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അസാന ഷക്കീർ, താങ്ക് യു. ഐഷ, ട്രൈ നോട്ട് ടു റെസ്പോണ്ട് ടു നെഗറ്റീവ് കമൻറ്റ്സ്. ഓക്കെ, താങ്ക് യു. അത് രേണു കൃഷ്ണദാസ്, താങ്ക് യു. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, പീപ്പിൾ കാണ്ട് എക്സ്പെക്ട്. ഞാൻ എല്ലാം വായിക്കണില്ല കേട്ടോ. മാന്യമായ അവതരണ ശൈലി, നല്ലൊരു യൂട്യൂബ് ചാനൽ, അത് നേരത്തെ പറഞ്ഞു. വീണ്ടും അതിന് വായിക്കല്ലേ. ഐഷ, വീഡിയോ ആരെ എടുക്കുന്ന റെഗുലറായിട്ട് ഞാൻ തന്നെ എടുക്കൽ. അത് ഇത്രയും നാൾ ഞാൻ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനൊരാളെ വെച്ചിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് കാണിക്കേണ്ടിട്ട് ഇൻഷാ അല്ലാ. കുറച്ച് ഒരു 1 വീക്കിന് മേലായില്ലേ? ഒരു 2 ആഴ്ച പെരുന്നാളിന് മുമ്പ് വെച്ചതാണ്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇൻഷാ അല്ലാ കാണിക്കാം. നിങ്ങളൊരു യൂട്യൂബർ എന്നുള്ള കവിഞ്ഞ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് വിമൻ ഐ എവർ മെറ്റ് കിഡോസ് ചാനൽ. താങ്ക് യു. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഞാൻ വായിക്കുന്നില്ല, ഇക്കാക്ക് ദേഷ്യം വരും. അപ്പോൾ ഇനിയും കുറേ കമൻസ് ഉണ്ട്. അതിൽ കുറച്ച് വിവാദപരമായിട്ടുള്ള കമൻസ് വരുന്നത് ഞാനിപ്പോൾ ഇതിൽ കൊടുക്കുന്നില്ല, കാരണം ഞാൻ വേറെ വീഡിയോയിൽ പറയേണ്ടത് കേട്ടോ. ഒരു വിവാദപരമായിട്ടുള്ളതുണ്ട്. ഇക്കാക്ക് ആയുർവേദത്തിലോട്ട് നോക്കിക്കൂടെ, ഒരുപാട് എന്താ പറയുക, അങ്ങനെ പൊടികളുണ്ട്, ഇങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നോക്കിക്കൂടെ എന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മറുപടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേറെ വീഡിയോയിൽ ചെയ്യാതെ. ഓക്കെ, പിന്നെ നമുക്ക് വീട്ടിൽ യൂസ്ഫുൾ ആയിട്ടുള്ളതും നമുക്ക് വീട്ടിൽ ബുദ്ധിമുട്ടായതും ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നമ്മുടെ ഹോം ടൂർ വീഡിയോ ചെയ്യാമല്ലേ, കാരണം അതൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കുമ്പോൾ കുറേ ലെങ്തി ആവും വീഡിയോ. അപ്പോൾ പിന്നെ നിങ്ങൾ കണ്ടിരിക്കാനും ഭയങ്കര ഇതല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്, കാരണം നമ്മൾ ഇതിൽ ഫോണിൽ സ്പേസ് ഇല്ല. ഓക്കെ, അപ്പം വൈൻഡപ്പ് ചെയ്യുന്നു. കുറേ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. മെയിൻലി ഇക്കാൻ്റെ കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാനുള്ളത്. എൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടായിരിക്കാം ചോദിക്കാത്തത്. ഓക്കെ, ഇൻഷാ അല്ലാ, ബൈ.